ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിപ്റ്റോയിൽ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസും കാര്യങ്ങളൊക്കെ USDT ഒക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ കിട്ടുന്ന USDT കാര്യങ്ങളൊക്കെ നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ P2P ട്രേഡിംഗ് അല്ലെങ്കിൽ USDT ആവശ്യമുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ആവശ്യമുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ P2P ട്രേഡിംഗ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് വഴിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ ബാങ്ക് ഫ്രീസിങ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ P2P ട്രേഡിംഗ് ഒക്കെ റിസ്ക് ആണ്. അത് ചെയ്യുന്നതിലൂടെ ബാങ്ക് ഫ്രീസിങ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടും പല ആൾക്കാരും അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. എന്നിരുന്നാലും ഇനി മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P2P ട്രേഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊന്നും ഫ്രീസ് ആവത്തില്ല. അപ്പൊ അതിനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് P2P ട്രേഡിംഗ്, അതായത് പീർ ടു പീർ ട്രാൻസാക്ഷനെ കുറിച്ചായിരുന്നു. ഈ P2P ട്രേഡിംഗ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം. എന്നിരുന്നാലും P2P ട്രേഡിംഗ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ ബൈനാൻസ് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ ക്രിപ്റ്റോ അസറ്റുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് USDT കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നമ്മളുടെ രാജ്യത്തെ കറൻസി ഏതാണോ അത് ആക്കി മാറ്റുന്നതിനുള്ള ഒരു മെത്തേഡാണ് ഈ P2P ട്രേഡിംഗ് എന്ന് പറയുന്നത്. P2P ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ബൈനാൻസ് എക്സ്ചേഞ്ചിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ P2P ട്രേഡിംഗ് ഒക്കെ ബൈനാൻസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മറ്റുള്ള എക്സ്ചേഞ്ച് വഴിയൊക്കെ ചെയ്യുന്ന സമയത്ത് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രീസിങ് ഇഷ്യൂ, അതായത് ഡെബിറ്റ് ഫ്രീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫണ്ട് ഹോൾഡ് ആവുന്ന ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ കുറെ അധികം സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫണ്ട് അയക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഫണ്ട് അയക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ, അതായത് ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും ഫ്രോഡ്ലന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ്ലന്റ് ആയിട്ടുള്ള മണി വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ടഡ് ആവും. അപ്പൊ അങ്ങനെ നോട്ടഡ് ആയിട്ടുള്ള ആ ഒരു അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലോട്ട് 1 രൂപയോ അല്ലെങ്കിൽ 10 രൂപയാണെങ്കിൽ പോലും വന്നിട്ടുണ്ടെങ്കിൽ അതെന്താവും, ഫ്രീസിങ് ഇഷ്യൂസിന് കാരണമാകും. അപ്പൊ അങ്ങനെ ഫ്രീസിങ് ഇഷ്യൂസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് പലരും ബൈനാൻസിൽ P2P എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള എക്സ്ചേഞ്ചിലുള്ള P2P എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാണ്ട് വരുന്നത്. അപ്പൊ എന്തായാലും ഇനി മുതൽ നമുക്ക് P2P സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കാം. വലിയ റേറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും, അതായത് USDT കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്ന സമയത്ത് 90 അല്ലെങ്കിൽ 91 റേറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഒരു 87-88 റേറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈസി ആയിട്ട് നിങ്ങൾക്ക് P2Pയിലൂടെ നിങ്ങൾക്ക് ഫ്രീസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലാഭം എടുക്കാം. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളിപ്പോ ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ ഉപയോഗിക്കുന്നത് അതിന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ റുപ്പി ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. അപ്പം ആ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്പ് ത്രൂ, അതായത് വേറെ ഏത് ബാങ്കിന്റെ ഡിജിറ്റൽ റുപ്പി ആപ്പിലോട്ട് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതായത് ഫണ്ട് സ്വീകരിക്കാൻ സാധിക്കും, അതിന് ഫണ്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള തേർഡ് പാർട്ടി പേയ്മെന്റ് ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഫണ്ട് അയക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഡിജിറ്റൽ മണി ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഡിജിറ്റൽ റുപ്പി ആപ്ലിക്കേഷനാണ്, അതായത് ഈ റുപ്പി ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇപ്പൊ നിലവിൽ ഈ ഒരു സംഭവം, അതായത് P2P ട്രേഡിങ്ങിലെ ഫ്രീസിങ് ഇഷ്യൂസ് നമുക്ക് ഇല്ലാണ്ടാക്കാനുള്ള ഒരു ഉപാധി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിപ്റ്റോ അസറ്റുകൾ കാര്യങ്ങളൊക്കെ അയക്കുന്ന സമയത്ത് നമ്മുടെ ഡിജിറ്റൽ റുപ്പി ആപ്പിലോട്ടായിരിക്കും പേയ്മെന്റ് അവർ അയച്ചു തരിക. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നല്ല അയച്ചു തരിക, അവരുടെ ഡിജിറ്റൽ റുപ്പി ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മളുടെ ഡിജിറ്റൽ റുപ്പി ആപ്ലിക്കേഷനിലോട്ടായിരിക്കും അയച്ചു തരിക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഡിജിറ്റൽ റുപ്പി ആപ്ലിക്കേഷൻ ഏത് ബാങ്ക് അക്കൗണ്ടിലാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്തും എടുക്കാം ഏത് സമയത്തും. അപ്പം അങ്ങനെയാണ് ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ റുപ്പീന്റെ അതിൽ നമ്മൾ പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ 87-88 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പൊ എന്തായാലും ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഫെഡറൽ ബാങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക. ഓക്കെ, എല്ലാ ബാങ്കിന്റെയും ഡിജിറ്റൽ റുപ്പി ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. ഇപ്പം ഇതിനകത്ത് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളെല്ലാം തന്നെ സെയിം തന്നെയാണ്. കാരണം ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ ബാങ്കിലും അതിന്റെ തീമിനനുസരിച്ചുള്ള വ്യത്യാസ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുള്ളൂ. ബാക്കി എല്ലാ മെത്തേഡെല്ലാം സെയിം തന്നെയാണ്. അപ്പൊ എന്തായാലും ഞാനിപ്പം ഫെഡറൽ ബാങ്കിന്റെ ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതേപോലൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ഏതാണോ ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും വരുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ ആണ്. അപ്പോൾ ഈ ഫെഡറൽ ബാങ്കിന്റെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ എൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന്
റീഡ് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് കൊടുക്കുക. സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, അത് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ SIM 1 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വെരിഫൈ സിം കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 5 മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ലോഡ് ആവുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്നാമത്തെ വെരിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രീൻ ടിക്ക് വന്നായിട്ട് കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് വെരിഫിക്കേഷൻ ഉണ്ട്. സെക്കൻഡ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആപ്പിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇത് ഫിംഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ KYC സ്റ്റാറ്റസ് അത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ കംപ്ലീറ്റ് KYC അതിന് റിക്കവർ വിത്ത് പിൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് KYC കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് 2 അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ദിസ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരു വാലറ്റ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നതാണ് കേട്ടോ ഈ കാര്യങ്ങൾ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തൊരു QR കോഡ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു QR കോഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ നേരെ ബൈനാൻസ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ വരിക. ബൈനാൻസ് എക്സ്ചേഞ്ചിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നിലവിൽ വന്നിരിക്കുന്നത്. വേറെ എക്സ്ചേഞ്ചിലൊന്നും ഞാനത് കണ്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾ P2Pൻ്റെ ഓപ്ഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലോട്ട് വരിക. അതിലോട്ട് വന്നു കഴിയുമ്പം നമുക്കിവിടെ പേയ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അപ്പോൾ അതിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ താഴെ കണ്ടോ ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. അപ്പോൾ ഇതിൽ ഓൾ പേയ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ താഴെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെർച്ച് ചെയ്യുക. ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ പേര് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിജിറ്റൽ റുപ്പി വാലറ്റിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓപ്ഷനിലായിട്ടുള്ള രീതിയിൽ QR കോഡ് ഉണ്ടാവും അതിനകത്ത് നിന്ന് എടുക്കാനുള്ള ഈ റുപ്പീൻ്റെ. അത് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കൺഫേം കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനകത്ത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ, ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ റുപ്പീൻ്റെ QR കോഡും അതുപോലെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് OTP കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെരിഫൈ ചെയ്യാനായിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോമിൽ വരിക. എന്നിട്ട് സെല്ല് ചെയ്യാനായിട്ട് നിങ്ങൾ USDG കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പേയ്മെന്റ് മെത്തേഡിന്റെ അത് മാറ്റിയിട്ട് ഓൾ എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിജിറ്റൽ റുപ്പി സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഡിജിറ്റൽ റുപ്പിയിൽ ഓരോ ആൾക്കാർ സെല്ല് ചെയ്യാനായിട്ടിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുണ്ടോ 88.28 അതിൽ 88.27 എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രൈസിലൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് USDT കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ റുപ്പി ആയിട്ടുള്ള രീതിയിൽ P2Pയിൽ സെല്ല് ചെയ്തിട്ട് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് അടിപൊളിയായിട്ടൊരു മെത്തേഡാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. നമ്മൾ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന പോലെ അത്ര കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഞാനത് എൻ്റെ ICICI ബാങ്കിലാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് എൻ്റെ ICICI ബാങ്കിൻ്റെ ഡിജിറ്റൽ റുപ്പീൻ്റെ ഇത് കാണിച്ചു തരാം. ഇതാണ് ICICI ബാങ്കിൻ്റെ ഡിജിറ്റൽ റുപ്പി ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ICICI ബാങ്കിൻ്റെ ഇത് തുറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ICICI ബാങ്കിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഡിജിറ്റൽ റുപ്പി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾ ഇതിലിവിടെ ഇപ്പോൾ ഒരു കുറച്ച് ബാലൻസും കിടക്കുന്നുണ്ട്, ചെറിയൊരു എമൗണ്ട് കിടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇവിടെ റിഡീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം എത്രയാണെന്നുണ്ടെങ്കിലും ഇപ്പം നമുക്ക് റിഡീം ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. എന്നിട്ട് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫണ്ട് കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ റുപ്പി ആയിട്ട് വന്ന ഫണ്ട് കാര്യങ്ങളൊക്കെ റിഡംഷനൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫ്രീസിങ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ചൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഫ്രീസിങ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല. കാരണം ഡിജിറ്റൽ റുപ്പി വഴിയുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതായത് ബാങ്ക് അക്കൗണ്ടിന്റെ ഇത് വെച്ചിട്ട്, അതായത് ബാങ്കിന്റെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ദിവസം 50,000 എന്നുള്ള ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. ഒരുപാട് വലിയ രീതിക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, കാരണം KYC വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സും കാര്യങ്ങളും ഒക്കെ അറിയാലോ, ഞാൻ പറഞ്ഞ കാര്യമില്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട്.